ഇറ്റലിയിലെ ചുവന്ന വിപ്ലവവും ഓസ്ട്രിയയിലെ ഓറഞ്ച് കൊടുങ്കാറ്റും. മോട്ടോർ സൈക്കിൾ ലോകത്തെ രണ്ട് വമ്പന്മാർ. എന്തിനാണ് ഇവർ തമ്മിൽ ഇത്രയും കടുത്ത മത്സരം? രണ്ടും യൂറോപ്യൻ പ്രീമിയം ബ്രാൻഡുകളാണ്. രണ്ടും ലക്ഷ്യം വെക്കുന്നത് ഒരേ തരം ഉപഭോക്താക്കളെയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും അവിശ്വസനീയമായ പ്രകടനവും ആഗ്രഹിക്കുന്ന റൈഡർമാർ. ഇവർ മത്സരിക്കുന്നത് പല സെഗ്മെന്റുകളിലായിട്ടാണ്. അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെന്റിൽ മത്സരം കടുത്തതാണ്. ഡുക്കാട്ടിയുടെ മൾട്ടി സ്ട്രാഡ V4 KTMന്റെ 1290 സൂപ്പർ അഡ്വഞ്ചറുമായി നേർക്കുനേർ നിൽക്കുന്നു. ഓഫ് റോഡ് കഴിവുകളിൽ KTM മുൻപന്തിയിലാണെങ്കിൽ റോഡിലെ ആഡംബരത്തിൽ ഡുക്കാട്ടി ഒട്ടും വിട്ടുകൊടുക്കാറില്ല. നേക്കഡ് ബൈക്കുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. KTMന്റെ ദി ബീസ്റ്റ് എന്നറിയപ്പെടുന്ന സൂപ്പർ ഡ്യൂക്ക് 6ഉം ഡുക്കാട്ടിയുടെ പവർഫുൾ സ്ട്രീറ്റ് ഫൈറ്റർ V4ഉം തമ്മിലുള്ള പോരാട്ടം റൈഡർമാർക്ക് ഒരു വിരുന്നാണ്. മത്സരം വിപണിയിൽ മാത്രമല്ല, റേസ് ട്രാക്കിലുമുണ്ട്. റെഡി ടു റേസ് എന്ന മുദ്രാവാക്യമായി KTM ഡക്കാർ റാലിയും മോട്ടോ കോസ്റ്റിലും ആധിപത്യം പുലർത്തുന്നു. ഡുക്കാട്ടി ആകട്ടെ മോട്ടോ ജീപ്പിലും വേൾഡ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പിലും ചൈത്ര യാത്ര തുടരുന്നു. റേസിംഗ് ട്രാക്കുകളിലെ ഈ അറിവുകളാണ് രണ്ട് കമ്പനികളും തങ്ങളുടെ റോഡ് ബൈക്കുകളിലേക്ക് മാറ്റുന്നത്. വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രകടനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഈ രണ്ട് ബ്രാൻഡുകളെയും പ്രധാന എതിരാളികളാക്കുന്നു. തിരഞ്ഞെടുപ്പ് റൈഡർമാരുടേതാണ്. ഇറ്റാലിയൻ സ്റ്റൈലോ അതോ ഓസ്ട്രിയൻ അഗ്രഷനോ?